ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ടേൺ ഉണ്ടാവാൻ പോകുകയാണ്. ആ ഒരു ടേൺ ഉണ്ടാവുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും മാറുന്നതാണ്. അപ്പോൾ എന്ത് ടേണാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത് നോക്കാനാണ് ഇന്നത്തെ റീഡിങ്. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് 25 തൊട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവാൻ തുടങ്ങിയത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സെപ്റ്റിൻ്റെ ആ ഒരു ഭാവം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എന്താണോ സംഭവിച്ചത് അത് നിങ്ങൾ എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു സമയത്തിൻ്റെ അനുസൃതമായിട്ട്, അതായത് ഈ ഒരു ടേണിൻ്റെ അനുസൃതമായിട്ട് ഉണ്ടാകിയതാണ്. ഒരു സമയത്ത് ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ കേതുവിൻ്റെ ആ ഒരു എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ശുഭത കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഒറ്റപ്പെടൽ, ഭയങ്കരമായിട്ടൊരു ടെൻഷൻ, അതായത് ഈ ഒരു ജന്മം കൊണ്ട് എനിക്കൊന്നും സാധിക്കാൻ സാധിച്ചില്ലല്ലോ എന്നാലോചിച്ച് ഒരു ഒറ്റപ്പെടലും ഒരു ടെൻഷനും നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എത്ര പേര് നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും നിങ്ങളെ മനസ്സിലാക്കുവാൻ ആരും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ. ആരും നിങ്ങളുടെ ഹൃദയത്തിലെ വേദന മനസ്സിലാക്കുന്നില്ല, ആരും നിങ്ങളുടെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കുന്നില്ല. ഇതുകൂടാതെ നിങ്ങൾക്ക് ആരിലും ഒരു വിശ്വാസം ഉണ്ടാവത്തില്ല, ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല ആരിലും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാവരോടും ഫോർമാലിറ്റിയിൽ ബിഹേവ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ്. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു വേദന ഉണ്ടാകുന്നതായിട്ട്, അതായത് ആരെയും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, എല്ലാവരോടും വളരെ ഫോർമാലിറ്റിയിൽ ബിഹേവ് ചെയ്യണം, ആരെ ഞാൻ എൻ്റെ ഈ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും മനസ്സിലാക്കുന്നില്ല, അങ്ങനെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ, അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ ഒരു സമയം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും ഒരു കർമ്മം അത് ഉണ്ടാവും. ആ ഒരു കർമ്മം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫിയർ എല്ലാം മാറി ഫിയർലെസ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഓരോ ടൈം എത്തുമ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മ പതുക്കെ പുറത്തു വരും. അതായത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്ത് നല്ല കർമ്മമാണോ ചെയ്തത് അത് പുറത്തു വരും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്കിപ്പോൾ ലഭിക്കും. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ഫിയർ മാറും. ഇതുകൂടാതെ സെൽഫ് ലവ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു സ്വാഭിമാനത്തിന് വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോവാനും നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു സമയം നിങ്ങൾ ആധ്യാത്മികമായിട്ട് ഈശ്വരനുമായിട്ട് കൂടുതലായിട്ട് കണക്റ്റ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ അവരുമായിട്ട് കൂടുതലായിട്ട് കണക്റ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ സ്ഥിതികൾ, നിങ്ങളുടെ ലൈഫിലെ സാഹചര്യങ്ങൾ അത് നിങ്ങളെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കും. അതായത് ആത്മീയമായിട്ട് കൂടുതലായിട്ട് ഈശ്വരനുമായിട്ട് കണക്റ്റ് ആകാം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നത് ആ ഒരു ചിന്ത തന്നെ ദൈവം മാറ്റുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് എന്താണോ കാണുന്നത് അതായിരിക്കത്തില്ല നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. കാണുന്നത് ഒന്ന്, നടക്കുന്ന ഒന്നായിരിക്കും, അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ആയിരിക്കത്തില്ല ഉണ്ടാവുന്നത്. എല്ലാ പ്രശ്നങ്ങളും വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ മുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നത് നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അതായത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒരു സമയം തന്നെ ഒത്തിരി സ്ഥിതികൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയമെന്ന് പറയുന്നത് സറണ്ടർ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ സറണ്ടർ ചെയ്യാനുള്ളത് അത് സറണ്ടർ ചെയ്യുക. എന്നിട്ട് ദൈവം നിങ്ങളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്ന ആ വഴിയിൽ കൂടെ പോവുക. കൂടാതെ നിങ്ങൾ ലൈഫിൽ വളരെ നല്ല കാര്യങ്ങളാണ് ഡിസർവ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് നമ്പർ 14 144 ഇത് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഇവിടെ 144 നമ്പർ നിങ്ങൾക്ക് കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ലൈഫിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് ലഭിക്കാൻ പോകുന്നത് എന്ന്. ഇവിടെ നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എത്രത്തോളം യൂസ് ചെയ്യുമോ അത്രത്തോളം യൂസ് ചെയ്യുക. അങ്ങനെയാണ് അവർ എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സോ നിങ്ങളുടെ ആ ഒരു വേദനയോ ആരും അത് കാണുന്നില്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ബെസ്റ്റ് ഡിസർവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സിറ്റുവേഷൻസ് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ക്രിയേറ്റ് ആവുന്നതാണ്.
ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് കിട്ടാനുള്ളത് അതനുസരിച്ചുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുക തന്നെ ചെയ്യും. ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആ ഒരു കൃപ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലാണ്, പക്ഷേ ചില സാഹചര്യങ്ങൾ യൂണിവേഴ്സിൻ്റെ കൺട്രോളിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് സ്വയം നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം തരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം അതിലൊരു മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം എന്തായാലും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല ഒരു ഇത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ ലൈഫിലെ ഏറ്റവും വലിയ ബെസ്റ്റായിട്ടുള്ള എന്താണോ അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുകയാണ്. അതിനുവേണ്ടി നിങ്ങളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് മെച്യൂരിറ്റി വന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കൂ. മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കൂ. ഉറപ്പായിട്ടും അതിലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വയം നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങൾക്ക് എന്താണ് തരാൻ പോകുന്നത് എന്ന് നിങ്ങൾ നോക്കുക. ചില ആൾക്കാർക്ക് പരമാത്മാവിനോട് അല്ലെങ്കിൽ കാളി മാതാവിനോട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനോട് ആരോടാണെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ദൈവങ്ങളുടെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇനിയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് സ്ഥിതി ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും മോശം സ്ഥിതികളല്ല, നല്ല സ്ഥിതികളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും തെറ്റ് ചെയ്യാതെ തന്നെ ആ ഒരു തെറ്റിൻ്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഒരു ഇമോഷണലും പ്രാക്ടിക്കലുമായിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള ആ ഒരു സംഘർഷം നോക്കുമ്പോൾ നിങ്ങൾ ഇമോഷണലാണ്, ഓപ്പോസിറ്റ് വ്യക്തി പ്രാക്ടിക്കലുമാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും നികത്താനുള്ള ഒരു പരിഹാരം ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. ഭദ്രകാളി അമ്മയുടെ ആ ഒരു പ്രൊട്ടക്ഷനും ഒരു ബ്ലെസ്സിങ്ങും നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു കൊടുങ്കാറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കൊടുങ്കാറ്റ് എപ്പോഴാണോ ഉണ്ടാവാൻ തുടങ്ങിയത് അവിടെ നിന്നാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റവും ഉണ്ടായി തുടങ്ങിയത്. അതായത് ഒരു ഡിവൈൻ ടൈം അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ടൈം വരും. അതായത് ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഡിവൈൻ ടൈം അല്ലെങ്കിൽ ഫിക്സ്ഡ് ടൈം നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെ ഒരു ടൈം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും. സാഹചര്യങ്ങളുടെ മേൽ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇതിൻ്റെ പരിഹാരം ഞാൻ എങ്ങനെ കണ്ടെത്തുമെന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ. പക്ഷെ പെട്ടെന്ന് സഡനായിട്ട് ഒരു മിറാക്കിൾ ഉണ്ടാകും. നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഒറ്റയടിക്ക് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതായത് നിങ്ങളുടെ ആ ഒരു പ്രാണം സ്റ്റക്കായ ഒരു ഭാവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതായിട്ട്, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഉയർന്നു വരുന്നതായിട്ട്. അതായത് ആദ്യമൊക്കെ തോന്നും ഇല്ല എനിക്ക് മരിച്ചാൽ മതി, എൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണം എനിക്ക് പറ്റുന്നില്ല. പക്ഷെ പെട്ടെന്ന് സഡനായിട്ട് ഒരു പിടിവള്ളി നിങ്ങൾക്ക് ഇട്ട് തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ കയറി നല്ല രീതിയിലാകുന്നതായിട്ട്, അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നമുക്ക് നല്ലതുകൊണ്ട് മോശമുണ്ട്. പക്ഷെ നമുക്കിവിടെ ആദ്യം മോശം തന്നിട്ട് പിന്നെയാണ് ദൈവം നല്ലത് തരുന്നത്. ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കണമെന്നുണ്ട്. അതായത് ആദ്യം നിങ്ങൾ ഒരു വിഷമം അനുഭവിച്ചു, അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് നല്ലത് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വിഷമം നിങ്ങൾ സഹിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് നല്ലതാണ്. ഇവിടെ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ഥാനവുമില്ല. ആ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ലൈഫിൽ ഗുഡ് ന്യൂസും ഹാപ്പിനെസ്സുമാണ് വരാൻ പോകുന്നത്. ഇവിടെ ഭദ്രകാളിയമ്മ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ടവർ മൂവ്മെൻറ്റിനെ എന്നേക്കുമായിട്ട് മാറ്റി എന്നാണ് ഭദ്രകാളിയമ്മ പറയുന്നത്. ഇവിടെ ഭദ്രകാളി അമ്മയോട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് കഴിഞ്ഞു പോയ കുറച്ച് മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ അമ്മയോട് ഭയങ്കരമായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഒന്നുകിൽ നിങ്ങൾ ഭദ്രകാളി അമ്മയുടെ കോവിലിൽ പോകുന്നുണ്ട്, ഇല്ല എങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ അല്ല എങ്കിൽ എപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇമേജസ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഭദ്രകാളി അമ്മയുടെ കാണാൻ സാധിക്കുക. അതെല്ലാം ഭദ്രകാളി അമ്മയുടെ ആശീർവാദം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ്. അമ്മയെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഭദ്രകാളി അമ്മയുടെ ഇമേജസ് ആയാലും ഭദ്രകാളി അമ്മയോട് കൂടുതലായിട്ടുള്ള അടുപ്പമായാലും കോവിലിൽ പോകാൻ തോന്നുന്നതെല്ലാം അതിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഭദ്രകാളി അമ്മയെ എല്ലാ ചൊവ്വയും വെള്ളിയും നിങ്ങൾ പോയി ദർശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ലൈഫിൽ നിന്ന് ബ്ലാക്ക് മാജിക്, മോശം ദൃഷ്ടി, ഇതെല്ലാം എല്ലാ പ്രശ്നങ്ങളും മാറിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു സ്ഥിതി നോക്കുമ്പോൾ, കർമ്മഭാവം നോക്കുമ്പോൾ, നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മോശ സാഹചര്യം എല്ലാം മാറി നല്ല സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ജോലിയിൽ വളരെ നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വളരെ വലിയൊരു പ്രസിദ്ധി നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ കൂടെ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ടേൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം, നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂവിലൊരു പരിഹാരം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സ്ഥിതിയിലൊരു മാറ്റം, ഇതെല്ലാം നിങ്ങൾ എന്താണോ ആ മാറ്റം ആഗ്രഹിച്ചത് അങ്ങനൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ തനിയെ തന്നെ വരുന്നതാണ്. അതിനുള്ള സ്ഥിതികൾ യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ആക്കുന്നതാണ്. ഒരു വർഷമെന്ന് പറയുന്നത് സൂര്യൻ്റെ ആ ഒരു വർഷമാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ഡിസർവ് ചെയ്യുന്നത് സൂര്യഭഗവാൻ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഒന്നിന് പിറകെ ഒന്നായിട്ട്, അതൊരു ഫിക്സഡുള്ള ഡിവൈൻ ടൈം ആയിരുന്നു. അതായത് ഇന്ന സമയം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കണമെന്ന് ദൈവം നേരത്തെ വിധിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും നടന്നത്. ഇപ്പോൾ ആ ഒരു ഫിക്സഡ് ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരിക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് രണ്ട് വലിയ സന്തോഷം നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജോലിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ട് എങ്കിൽ അതിലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോബ്ലത്തിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റേതെങ്കിലും ഒരു പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് ഒറ്റയടിക്ക് രണ്ട് ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു കാര്യം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ദൈവമേ ഇതിനെക്കുറിച്ച് ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചു, ഇത് ഇത്ര ഈസി ആയിട്ട് നടന്നല്ലോ എന്നപ്പോൾ നിങ്ങൾ ചിന്തിക്കും. ഈ ഒരു സമയമെന്ന് പറയുന്ന മിറാക്കിളിൻ്റെ സമയമാണ്. അതായത് എന്തെപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ചില ആൾക്കാർക്ക് നെഗറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും മിറാക്കിൾ സംഭവിക്കുന്നത്, ചില ആൾക്കാർക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും മിറാക്കിൾ സംഭവിക്കുന്നത്. അതായത് അവരുടെ കർമ്മഫലം എന്താണോ കഴിഞ്ഞ ജന്മത്തിൽ അതിൻ്റെ ഇതായിട്ടായിരിക്കും അവരുടെ ലൈഫിൽ ആ ഒരു മിറാക്കിൾ ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു വ്യക്തി ഇങ്ങനെയാണ്, അവർ നിങ്ങളുടെ ആ ഒരു എനർജിയെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ മോശം ദൃഷ്ടിയിൽ എപ്പോഴും വയ്ക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എല്ലാം അറിയാൻ വേണ്ടി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിയിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് നിങ്ങൾ ഭദ്രകാളി കോവിലിൽ ദർശനം ചെയ്യുക. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ചൊവ്വയും വെള്ളി അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ഭദ്രകാളി അമ്മയെ പോയി തൊഴുക. എങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊരു മുക്തി നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു എനർജിയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ദർശനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ അമ്മയുടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വാൾപേപ്പറായിട്ട് വയ്ക്കൂ. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ കർപ്പൂരം കൊണ്ട് ആരതി, കർപ്പൂരവും ഗ്രാമ്പൂവും കൊണ്ട് ആരതി നിങ്ങൾ കാളി അമ്മയ്ക്ക് കൊടുക്കുക. കൂടാതെ നമ്മുടെ ആ ഒരു കർപ്പൂരം കൂടുതലായിട്ട് കത്തിക്കാൻ പോകണ്ട, ഒരെണ്ണം എടുത്തിട്ട് ഒരു ഗ്രാമ്പൂവും വെച്ച് കത്തിക്കുക. കാരണം നമ്മൾ കൂടുതലായിട്ട് കർപ്പൂരം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വീനസ് ഗ്രഹത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ചെറിയ ചെറിയ ഉപായങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിലൊരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ദൈവം നിങ്ങളുടെ എത്ര ആഴത്തിലുള്ള വേദനയായാലും അതിനെ എടുത്ത് പുറത്ത് കളയുക തന്നെ ചെയ്യും. യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടത്തുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ 5 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് ചേഞ്ചസ് വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ വളരെ മോശം സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ 5 ആഴ്ചയുടെ ആ ഒരു കാലതാമസം വച്ചേക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും, ദൈവമേ ഇതെന്താ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഇത്ര പെട്ടെന്ന് സഡൻ ആയിട്ട് എന്ന് തോന്നും നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് വയസ്സിന് മൂത്ത ആൾക്കാരുണ്ടല്ലോ, അവരോട് നിങ്ങൾ സംസാരിക്കുന്ന രീതി, അതായത് നിങ്ങൾ പറയുന്ന രീതി ചിലപ്പോൾ അവർക്ക് നിങ്ങളോട് വിരോധമുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അതായത് മറ്റുള്ളവർക്ക് വിരോധം വരുന്ന രീതിയിലുള്ള സംസാരം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആവും. ചിലപ്പോൾ വീട്ടിലുള്ള ആൾക്കാരായിരിക്കും, അല്ല പുറത്തുള്ള ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളോട് ആരൊക്കെ എന്ത് മോശം കർമ്മം ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ കർമ്മ റിട്ടേൺ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും ഈ ഒരു സമയം. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിന് പുറത്തായതുകൊണ്ടാണ് ഞാൻ സറണ്ടർ ചെയ്യാൻ പറഞ്ഞത്. സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട, ബാക്കി ഈശോനാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുക. അതായത് നിങ്ങൾക്ക് നല്ല പാട്ട് കേൾക്കാൻ ഇഷ്ടം, നല്ല ആഹാരം ഉണ്ടാക്കാൻ ഇഷ്ടം, നല്ല സ്ഥലത്ത് പോയി കറങ്ങാൻ ഇഷ്ടം, എന്താണോ നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ് അതിൽ നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ. കാരണം ഈ ഒരു സമയമെന്ന് പറയുന്നത് ഹീലിങ്ങിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നിങ്ങൾ ചെയ്ത് നിങ്ങളെ ഹീലാക്കുക. നിങ്ങൾ റിലാക്സ് ആക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ സ്ഥിതി എന്തായിക്കൊള്ളട്ടെ, ഇപ്പോൾ ഉള്ള ആ ഒരു സ്ഥിതിയിലൊരു മാറ്റം ഉറപ്പായിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.